നവമാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്ന കാര്യങ്ങൾ വളരെ സത്യമാണ്. അതിൻ്റെ നിജസ്ഥിതി ഞങ്ങൾക്കും അറിയേണ്ടിയിരിക്കുന്നു. എന്തുകൊണ്ട് ഇത്രയും ക്രൂരകൃത്യം നടന്നിട്ടും അധികാരപ്പെട്ടവർ എന്തുകൊണ്ട് കണ്ണടയ്ക്കുന്നുവെന്ന് ഞങ്ങൾക്കും അറിയേണ്ടതാണ്. ഇത്രയും ഞെട്ടിക്കുന്നൊരു വിവാദം നമ്മുടെ നാട്ടിൽ നടന്നു. ഞങ്ങൾ ഇടവക്കാർ ഈ നാട് ഒന്നടങ്കം ഷൈനിക്കും മക്കൾക്കും ഒപ്പമാണ് നിൽക്കുന്നത്. ഷൈനി പോയതിന് ശേഷം 2 തവണ ഞങ്ങൾ ഉണ്ടായപ്പം ഷൈനി ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. പൊതുവേ ആരോടും അങ്ങനെ ഒരു സംസാരിക്കുന്ന ഒരു പ്രകൃതമല്ല ഷൈനിക്ക്. അതുകൊണ്ട് അവൾ എപ്പോഴും ആർക്കും പിടുത്തം തരാതെ ഒരു കരയുന്ന മോഹഭാവമായിട്ട് അങ്ങനെ ഒരു മാറിപ്പോകുന്ന ഒരു രീതിയാണ്. അപ്പം പോയതിന് ശേഷം ഇങ്ങനൊരു അവസ്ഥ വന്നു കഴിഞ്ഞപ്പം അവൾ ഇവിടെ നാട്ടുകാരോടെല്ലാം തുറന്ന് സംസാരിച്ചു. വീട്ടിൽ നിന്ന് വർഷങ്ങളായിട്ട് അവൾക്ക് ഭയങ്കര പീഡനമാണ് എന്നാണ് അവൾ പറഞ്ഞത്. അങ്ങനെ സഹിക്കാൻ പറ്റാത്തൊരു സാഹചര്യം, അതായത് ഇവരുടെ വീട്ടിൽ വിഷയം ഉണ്ടായി. ഷൈനി കഴിഞ്ഞ ജൂൺ മാസത്തിൽ ഈ പിള്ളേരുടെ ആദ്യ കുർബാന കഴിഞ്ഞ് 3-4 ദിവസം കഴിഞ്ഞാണ് ഈ സംഭവം നടക്കുന്നത്. അന്ന് വൈകിട്ട് ഇവിടെ പോയപ്പോൾ ഞങ്ങളൊക്കെ കണ്ടു, വണ്ടികളും ആൾക്കാരും ബഹളവും. സ്ഥിരം ഇവരുടെ വീട്ടിൽ ഇങ്ങനെ വിഷയമുള്ളപ്പോൾ